ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം സെയിലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു ഓഫർ സമയത്ത് എങ്ങനെ നമ്മുടെ പക്കലുള്ള പഴയ പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് സ്വന്തമാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പലർക്കും ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനൊക്കെ അറിയുമായിരിക്കും. ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ പഴയ പ്രൊഡക്റ്റ് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടെലിവിഷൻ ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, റെഫ്രിജറേറ്റർ ആവട്ടെ, അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് എവിടെയെങ്കിലും ഡംപ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വീട്ടിൽ നിന്ന് ഒഴിവായിട്ട് കിട്ടും. രണ്ടാമതായിട്ട് അതിന് നിങ്ങൾക്കൊരു എക്സ്ചേഞ്ച് വാല്യൂ കിട്ടുന്നതാണ്. ഓൾസോ ഈ ഒരു സെയിലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സിലൂടെ എക്സ്ട്രാ ഓഫേഴ്സും അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇത്തരത്തിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഇത്തരത്തിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് മുഴുവനായിട്ടും കാണാനായിട്ട് പറ്റും. ടെലിവിഷൻ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, അതുപോലെ ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺസ് ഉണ്ട്, തുടങ്ങി ഒട്ടുമിക്ക പ്രൊഡക്ട്സും ഇത്തരത്തിൽ എക്സ്ചേഞ്ച് ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു ഓഫറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ടൊന്ന് കാണാം. അപ്പോൾ ഈ ഒരു സെയിലിൻ്റെ പാർട്ണറായിട്ട് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡുള്ള ആളുകൾക്ക് നല്ല ഡിസ്കൗണ്ട്സ് കിട്ടുന്നുണ്ട്. ഏകദേശം 3000 രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. 10% ഓഫാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. പരമാവധി 1500 രൂപ വരെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസിനും അതുപോലെ EMI ട്രാൻസാക്ഷനും ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ EMI ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അപ് ടു 500 റുപ്പീസ് വരെ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. ഓൾസോ നിങ്ങൾ 25,000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു 1000 രൂപയുടെ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. സോ ഓൾ ആൻഡ് ഓൾ ഒരു 3000 രൂപ വരെയാണ് ഇത്തരത്തിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുക. മാത്രമല്ല നമുക്ക് ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഈ ഒരു സെയിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഓഫർ കാലയളവിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട്സ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ കാറ്റഗറിയിൽ മൊബൈലൊക്കെ വാങ്ങുകയാണെങ്കിൽ മിനിമം 5000 രൂപയ്ക്ക് വേണം വാങ്ങിക്കാനായിട്ട്. അതിൽ നോൺ EMI ആണെങ്കിൽ 750 ആയിരിക്കും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. EMI ട്രാൻസാക്ഷൻ എപ്പോഴും ഒരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഉണ്ട്. 1000 രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രോസറി ട്രാൻസാക്ഷൻ മിനിമം 2500 രൂപയ്ക്ക് ചെയ്യണം. അതിന് 300 രൂപയാണ് നമുക്ക് റിവേഴ്സ് ആയിട്ട് കിട്ടുക. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും മിനിമം ട്രാൻസാക്ഷൻ 5000 രൂപയായിരിക്കണം. 1250 രൂപ അതുപോലെ 1500 രൂപ റെസ്പെക്റ്റീവ്ലി നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. EMI ട്രാൻസാക്ഷൻ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടുമെന്നർത്ഥം. അപ്പോൾ അതാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫർ പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മികച്ച ഓഫേഴ്സൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഓഫർ കാർട്ട് എന്ന ചാനൽ വഴിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഫർ കാർട്ട് ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലാണ്. ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓൾസോ നമ്മൾ ടെലഗ്രാമിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു നിശ്ചിത എമൗണ്ടിൽ നിന്നും താഴോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇത്തരത്തിൽ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വാട്സപ്പിലാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും അവൈലബിൾ ആണ്. ഒരുപാട് മെമ്പേഴ്സ് നിയർലി ഒരു 20,000 എബോ ആളുകൾ ഇത്തരത്തിൽ ഓഫർ അപ്ഡേറ്റ് ഈ ഒരു ഓഫർ കാർഡ് പ്ലാറ്റ്ഫോമിലൂടെ സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടാത്ത പല ഓഫേഴ്സും ഈ ഒരു മെമ്പേഴ്സിന് കിട്ടാറുണ്ട്. അപ്പോൾ പല പ്രൊഡക്ട്സിനും പല കൂപ്പൺസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർട്ടിക്കുലർ റേറ്റിൽ നിന്ന് താഴോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് തരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സ്ചേഞ്ച് ഓഫറിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് ചെല്ലാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സാണ്. ഇതിൽ ഐഫോൺ ഉണ്ട്, അതുപോലെ തന്നെ ടെലിവിഷൻ കാണാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്സ് അവൈലബിൾ ആണ്, വാഷിംഗ് മെഷീൻ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ പക്കലുള്ളത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലൂടെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഞാനിപ്പോൾ ഈ ഒരു ആപ്പിൾ ഐഫോൺ തന്നെ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എക്സ്ചേഞ്ച് ചെയ്യുന്ന മെത്തേഡ് വളരെ സിമ്പിളാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും. 48,799 ആണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 59,600 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട മോഡലൊക്കെ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോറേജ് വേരിയൻ്റ് ഒക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫർ ഇവിടെ കാണാം. SBI കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 750 രൂപ സേവ് ചെയ്യാനായിട്ട് പറ്റും. ആമസോൺ പേ ICICI കാർഡ് വഴി 2440 രൂപ വരെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് എക്സ്ചേഞ്ച് യുവർ ഓൾഡ് ഫോൺ എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഏകദേശം 45,200 രൂപ വരെ നിങ്ങൾ എക്സ്ചേഞ്ച് വാല്യൂ കിട്ടുന്നതാണ്. ഇതിൽ ഫോണ് ചൂസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ വരും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു മൊബൈൽ ബ്രാൻഡ്സിൻ്റെ ലിസ്റ്റ് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളത് ഒരു നോക്കിയ ഫോൺ ആണെങ്കിൽ ലിസ്റ്റിൽ നിന്ന് നോക്കിയ സെലക്ട് ചെയ്യുക. ഇനി അതല്ല ആപ്പിളിൻ്റെ ഫോൺ തന്നെയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതോടുകൂടി ഇങ്ങനെ ലിസ്റ്റ് വരും. ഇതിൽ നിന്ന് നിങ്ങളുടെ വേരിയൻ്റ് ഏതാണോ അത് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റോറേജ് വേരിയൻറ്റ് സെലക്ട് ചെയ്യുക. ഇതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോ വരും. ഫോൺ കണ്ടീഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻ ഡാമേജ് ആണെങ്കിൽ സ്ക്രീൻ ഡാമേജ് സെലക്ട് ചെയ്യുക. ബോഡി ഡാമേജ് ഉണ്ടെങ്കിൽ ബോഡി ഡാമേജ് സെലക്ട് ചെയ്യുക. ഇനി ഒന്നുമില്ലെങ്കിൽ നോ ഡാമേജ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മളോട് ആ ഒരു IMEI നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും. IMEI നമ്പർ കണ്ടെത്തുക എന്നത് വളരെ എളുപ്പമാണ്.
*#06# എന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ഡയൽ പാഡിലോട്ട് വരിക, *#06# എന്നുള്ള ആ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ IMEI നമ്പർ കാണാനായിട്ട് പറ്റും. ഈ ഒരു IMEI നമ്പർ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപ്ലൈ എക്സ്ചേഞ്ച് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഓഫർ വാല്യൂ അല്ല, എക്സ്ചേഞ്ച് വാല്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് എക്സ്ചേഞ്ച്. അപ്പോൾ അത് അവരുടെ എക്സിക്യൂട്ടീവ് വന്ന് കലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫേഴ്സ് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ആമസോൺ ആവട്ടെ ഫ്ലിപ്കാർട്ട് ആവട്ടെ ഈസി ആയിട്ട് പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചുമ്മാ വീട്ടിൽ കീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഓഫേഴ്സ് ഓൾവേസ് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു ആമസോൺ വഴി എങ്ങനെയാണ് പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മാത്രമല്ല ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം സെയിലിൻ്റെ കംപ്ലീറ്റ് ഓഫർ അപ്ഡേറ്റ്സ് നമ്മുടെ ഓഫർ കാർഡ് പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.